ഹലോ, നല്ല നമസ്കാരം. നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തിട്ടുള്ള പുതിയ പടം മാ ബഹൻ. മാധുരി ദീക്ഷിതും തൃപ്തി ഡിമിക്രിയുമാണ് പ്രധാന വേഷത്തിൽ. ഇതൊരു അടിപൊളി സ്മാർട്ട് ഡാർക്ക് കോമഡി തന്നെയാണ്. എന്താണ് ഇതിൻ്റെ യഥാർത്ഥ സത്യം? ഈ സിനിമ നമ്മുടെ സമയം അർഹിക്കുന്നുണ്ടോ? നമുക്ക് നോക്കാം, വായോ. കഥ നടക്കുന്നത് ആദർശ് കോളനി എന്നൊരു ചെറിയ ടൗണിലാണ്. അവിടെ ആൺതുണയില്ലാതെ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുന്ന രേഖ എന്നൊരു സ്ത്രീയുണ്ട്. മാധുരി ദീക്ഷിത്താണ് ഈ വേഷം ചെയ്യുന്നത്. ഒരു ദിവസം പെട്ടെന്ന് രേഖയുടെ ബെഡ്റൂമിൽ അയൽവക്കക്കാരനായിട്ടുള്ള നമ്മുടെ ഗുപ്താജി മരിച്ചു കിടക്കുന്നു. ടെൻഷൻ അടിച്ച് രേഖ തൻ്റെ 2 പെൺമക്കളെയും വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. 3 സ്ത്രീകൾ, ഒരു മൃതദേഹം. ആരും കാണാതെ ഈ ഡെഡ് ബോഡി എങ്ങനെ ഒളിപ്പിക്കും എന്നുള്ള ഇവരുടെ നെട്ടോട്ടമാണ് സിനിമയുടെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത്. ഇതിലൊരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമയിലെ കഥാപാത്രങ്ങളുടെ പേരുകളാണ് രേഖ, ജയ, സുഷമ. ഓർമ്മ വരുന്നുണ്ടോ? വാഷിംഗ് പൗഡർ നിർമ്മ, വാഷിംഗ് പൗഡർ നിർമ്മ, അത് തന്നെ, ആ സാധനം തന്നെ. നമ്മൾ പണ്ട് ടി വിയിൽ കണ്ട ആ ഒരു പ്രശസ്തമായ നിർമ്മൽ വാഷിംഗ് പൗഡർ, ആ പരസ്യത്തിലെ പേരുകൾ തന്നെയാണ്. പരസ്യത്തിലെ ഹേമ എവിടെ പോയി എന്ന ചോദ്യത്തിന് സിനിമയിൽ സംവിധായകൻ സുരേഷ് ത്രിവേണി അദ്ദേഹം അവസാനം ഒരു സർപ്രൈസ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതൊരു കിടിലം സാധനമായിട്ട് എനിക്ക് തോന്നി. സിനിമയുടെ പോസിറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ കണ്ണുപൂട്ടി ഇപ്പം തന്നെ പറയാൻ പറ്റും, തൃപ്തി ഡിംക്രിയാണ്. ഗ്ലാമർ വേഷങ്ങളിൽ നിന്നും മാറി വളരെ നാച്ചുറലായിട്ട് ഈ സിനിമയെ താങ്ങി നിർത്തുന്നത് തൃപ്തിയാണ്. ഭർത്തൃ വീട്ടിലെ പീഡനങ്ങൾക്കെതിരെ അവർ പൊട്ടിത്തെറിക്കുന്ന ഒരു നീണ്ട ഡയലോഗ് സീനുണ്ട്. അത് നല്ലൊരു മാസായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ധർമ്മ ദുർഗയുടെ ആദ്യ സിനിമയാണെങ്കിലും പുള്ളിക്കാരിയെ നല്ല രീതിയിൽ കോമഡി കൈകാര്യം ചെയ്യുന്നുണ്ട്. പുരുഷാധിപത്യം സമൂഹം സ്ത്രീകളെ എത്ര പെട്ടെന്നാണ് ജഡ്ജ് ചെയ്യുന്നത് എന്നൊരു നല്ല ഒരു രാഷ്ട്രീയം ഈ സിനിമയിൽ സംസാരിക്കുന്നുമുണ്ട്. പക്ഷേ സിനിമയിൽ വലിയൊരു പോരായ്മകളുണ്ട്. മാധുരി ദീക്ഷിത് എന്ന് പറയുന്ന ലെജൻഡറി നടിയുടെ കരിയറിലെ ഏറ്റവും മോശം പ്രകടനമാണെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം മറ്റൊന്നും കൊണ്ടല്ല, കോമഡി രംഗങ്ങളിൽ അവർ ഭയങ്കരമായിട്ട് ഓവർ ആക്ടിങ് ചെയ്തതുപോലെയാണ് എനിക്ക് തോന്നിയത്. സിനിമയുടെ ഫസ്റ്റ് ഹാഫിലെ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ബിൽഡപ്പ് സെക്കൻഡ് ഹാഫിൽ നിലനിർത്താൻ ഡയറക്ടർ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ക്ലൈമാക്സിലെ ട്വിസ്റ്റുകളൊക്കെ നമുക്ക് വളരെയധികം പ്രെഡിക്റ്റബിളാണ്, ഊഹിക്കാൻ പറ്റുന്ന രീതിയിൽ. അതോടൊപ്പം തന്നെ ചിരിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ചിലയിടങ്ങളിൽ വളരെയധികം ക്രിഞ്ചായിട്ട് പല സ്ഥലങ്ങളിലും എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഇതൊരു മാസ്റ്റർ പീസ് ഒന്നുമല്ല. വലിയ പ്രതീക്ഷകളൊന്നുമില്ലാതെ വീട്ടുജോലിയൊക്കെ ഒതുക്കി വെച്ചിട്ട് അല്ലെങ്കിൽ ബോറടിച്ചിരിക്കുമ്പോഴൊക്കെ ഒന്ന് നെറ്റ്ഫ്ലിക്സിൽ കയറി ഒരൊറ്റ തവണ കണ്ടിരിക്കാവുന്ന ഒരു ആവറേജ് മാത്രമാണ് മാ ബഹൻ. ഫാമിലിക്കോടൊപ്പം തന്നെ ഇരുന്ന് വലിയ അശ്ലീലങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇരുന്ന് കാണാൻ പറ്റും. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്